ഹറമിന് പരിസരത്തുള്ള ക്ലോക്ക് ടവറിന് സമീപത്തെ ബസ് സ്റ്റേഷനിലാണ് KMCC പ്രവർത്തകരുള്ളത്. ജുമാക്ക് ശേഷമുള്ള ഹാജിമാരെ ബസ് കയറ്റുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹറമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്ലോക്ക് ടവറിന് താഴെയും ബാബുൽ അലിയിലും മഹ്ബസുൽ ജിന്നിലും അതുപോലെ തന്നെ കുദയിലും ഒക്കെയായി വിവിധ ബാച്ചുകളിലായി KMCCയുടെ വളണ്ടിയർമാരെ നിർത്തിയിട്ടുള്ളത്. താരതമ്യേന ഹജ്ജ് കഴിഞ്ഞതിന് ശേഷവും ബസ് സർവീസ് തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ ഫ്രൈഡേ മിഷൻ ഇന്നിവിടെ നടത്തുന്നത്. താരതമ്യേന ചൂട് കുറവാണ്. നമ്മുടെ വളണ്ടിയർമാരൊക്കെ ഹറമിനു പരിസരത്തുമുള്ള വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടെ ഹജ്ജാജിമാർ മദീനയിലേക്കും അതുപോലെ തന്നെ നാട്ടിലേക്കും മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഹാജിമാർ ഇവിടെ നിന്ന് യാത്രയാകുന്നത് വരെ, ഈ ഹജ്ജ് പൂർത്തിയാക്കി ഓരോ ഹാജിയും അവരവരുടെ നാട്ടിലേക്ക് ഇന്ന് യാത്രയാകുന്നത് വരെ മക്ക KMCC അതിൻ്റെ സേവന പദ്ധത്തിൽ സജീവമായി ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഹക്കീം അന്തല്ലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹജ്ജിന് ശേഷം രണ്ടാമത്തെ വെള്ളിയാഴ്ച, ഹജ്ജ് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. ഹറമിൽ നിന്ന് ഹാജിമാർ ജുമാക്ക് ശേഷം അസീസിയയിലേക്ക് പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലോക്ക് ടവറിന് പിൻവശത്തും അതുപോലെ ബാബുൽ അലി, മഹ്ബസ് ജിന്ന്, ഖുദായി എന്നീ സ്റ്റേഷനുകളിലെ KMCC പ്രവർത്തകർ ഹാജിമാർക്ക് കുടിവെള്ളം നൽകിയും ചെരുപ്പ് നഷ്ടപ്പെട്ടവർക്ക് ചെരുപ്പ് നൽകുന്നു, വഴി തെറ്റിയവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു, ബസ് കയറാനും ഇറങ്ങാനും ഒക്കെ സഹായിച്ചുകൊണ്ട് KMCC പ്രവർത്തകരുടെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഹക്കീം അന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പാപ്പയോ ഉമ്മയോ ആങ്ങളമാർ പെങ്ങന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാർ ഒക്കെ അറിയുന്നവരൊക്കെ ഉണ്ടോ എന്ന് നോക്കുക വീഡിയോയിൽ. അപ്പോൾ ഇതിന് മുമ്പ് വീഡിയോയിൽ ഞാൻ മ്യൂസിക് ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു മ്യൂസിക് വേണ്ട എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം മ്യൂസിക് ഇട്ടുന്നില്ല. അപ്പോൾ മറ്റു പല ശബ്ദങ്ങളായിരിക്കും കേൾക്കുക. ഈ ഒന്നായിട്ടുള്ള എല്ലാ ഹാജിമാരും വളണ്ടിയേഴ്സും എല്ലാവരും ഒതുങ്ങിയിരുന്ന ശബ്ദങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിയുന്നതും നമുക്ക് നടക്കാനും ആരോഗ്യമുള്ള ടൈമിൽ ഹജ്ജ് ചെയ്യുക. ഒരു 50 വയസ്സിൻ്റെ മുമ്പ് ഹജ്ജ് ചെയ്യുക. ഇനി അതിന് സാധിക്കാത്തവർ, നമ്മൾ ഈ വയസ്സായ നടക്കാൻ കഴിയാത്ത വീൽ ചെയറിലുമൊക്കെ വരുന്ന ഹാജിമാരെ നമ്മളവിടുന്ന് കയറ്റി അയക്കുന്നു. പക്ഷേ അവർ ബുദ്ധിമുട്ടുന്നതൊക്കെ ഇപ്രാവശ്യം ശരിക്കും ഞങ്ങൾ കണ്ടതാണ്. വയസ്സായവരെയും നടക്കാൻ കഴിയാത്ത വീൽ ചെയറിലൊക്കെ വരുന്ന രോഗികളെയൊക്കെ നമ്മൾ ഹജ്ജിന് പറഞ്ഞയക്കുമ്പോൾ ഒന്നുകിൽ മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ അല്ലെങ്കിൽ കൂട്ടത്തിലെ കുടുംബത്തിലെ ഏട്ടനോ അനുജനോ പിന്നെ ഉമ്മയോ ഭാര്യ മക്കളോ അങ്ങനെ ആരെങ്കിലും പിന്നെ കൂടെ വരിക. അല്ലാതെ നമ്മൾ പറഞ്ഞയച്ചാൽ അവർ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ കീഴിൽ വരുന്ന 300ഓളം ഹാജിമാർക്ക് ഖാത്തിമുൽ ഹുജാജ് ഒരാളാണുള്ളത്. 300ഓളം ഹാജിമാരെ ഒരാളെ കൊണ്ട് എങ്ങനെ നോക്കാം, എന്ത് നോക്കാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. കഴിയുന്നതും നമ്മൾ ആരോഗ്യമുള്ള ടൈമിൽ തന്നെ ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റ് വയസ്സായവരെയൊക്കെ ഹജ്ജിന് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാകുന്നതാണ് നല്ലത്. ഈ പ്രാവശ്യമൊക്കെ ഒരുപാട് മരണമുണ്ട്. പിന്നെ വീൽ ചെയറിൽ തള്ളാനും ആളില്ല, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന മരണങ്ങളും അതികഠിനമായ ചൂടായിരുന്നു ഈ പ്രാവശ്യം. 47-48 ഡിഗ്രിയൊക്കെ ചൂടായിരുന്നു. ഞാനിത് പറയാൻ കാരണം ഈ വർഷം ഞങ്ങൾക്ക് പിന്നെ അതായത് ഇവിടുത്തെ വളണ്ടിയേഴ്സിനൊന്നും അറഫയിലേക്കും മീനയിലേക്കും ഒന്നും പോകാൻ പറ്റില്ല എന്നുള്ളൊരു നിയമമായിരുന്നു. പിന്നെ അൽഹംദുലില്ലാ ഹാജിമാരുടെ പ്രാർത്ഥന കൊണ്ടും ഞങ്ങൾക്ക് ഇതേമാതിരി ഹാജിമാരെ പിന്നെ സേവിക്കാനുള്ള ഒരു ഇതിന് ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം പടച്ച റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ മീനായിലേക്ക് തന്നെ പോകാൻ കഴിഞ്ഞു. ഫസ്റ്റിൽ തന്നെ അറഫയിലേക്കും മീനായിലേക്കും എല്ലാം പോകാൻ കഴിഞ്ഞു. പക്ഷേ നിയമത്തിൻ്റെ ഇത് പിന്നെ അടുത്ത വർഷം ഇനി എങ്ങനെ ആയിരിക്കും അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ കഴിയുന്നതും ആരെങ്കിലും കൂടെ പോരുക ഹജ്ജിന് ഉള്ളത്. അല്ല എങ്കിൽ പിന്നെ നമ്മൾ മുന്നേ കൂട്ടി ഹജ്ജ് ചെയ്യുക. ഒരു 50 വയസ്സിന് നമുക്ക് നടക്കാൻ ആരോഗ്യമുള്ള ടൈമിൽ തന്നെ ഹജ്ജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഈ പ്രാവശ്യം നിങ്ങൾ ന്യൂസിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് മരണങ്ങളും അതുപോലെ ഭയങ്കര ചൂടും ഒക്കെ ആയതുകൊണ്ട് ഹാജിമാർക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാടും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക.
അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. ഇത് ഈ ആഴ്ച വെള്ളിയാഴ്ച, രണ്ടാമത്തെ വെള്ളിയാഴ്ച, ഹജ്ജ് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലെ ഹാജിമാർ ജുമാ കഴിഞ്ഞതിന് ശേഷം അവരുടെ താമസ സ്ഥലമായ അസീസിലേക്ക് നീങ്ങുന്ന വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഹക്കീം അന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ ഹാജിമാർ കഷ്ടപ്പെടുന്നത് ഈ പ്രാവശ്യം, എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഹജ്ജിൻ്റെ ഇത് തവാഫ് ചെയ്യാൻ കഴിയാത്തവരെ, സ്വന്തമായിട്ട് തവാഫ് ചെയ്യാൻ കഴിയാത്തവരെ വീൽ ചെയർ വിങ് പറഞ്ഞിട്ട് ഒരു വിങ് ഇതേമാതിരി ഹറമിലേക്ക് കൊണ്ടുപോയി തവാഫും ചെയ്യും. ഹജ്ജിൻ്റെ ഇപ്രാവശ്യം ഇതേമാതിരി 100ഉം 2-3 ബാച്ചുകളിലായിട്ട് 3-4 ദിവസങ്ങളിലായിട്ട് ഇന്നലെയും ഇന്നും ഒക്കെ ഉണ്ട്. ഹാജിമാരെ, നടക്കാൻ കഴിയാത്ത ഹാജിമാരെ വീൽ ചെയറിലിരുത്തി ഹജ്ജിൻ്റെ തവാഫും ഉംറയും ഒന്നും സ്റ്റേയും ചെയ്യാത്തവർ ഇപ്പോഴും റൂമിലിരിക്കുന്ന ഹാജിമാരുണ്ട്. അപ്പോൾ അവരെ KMCCൻ്റെ പ്രവർത്തകർ എല്ലാ ദിവസവും രാത്രി കൊണ്ടുപോയി തവാഫും സ്റ്റേയും ഒക്കെ ചെയ്യിച്ച് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ വയസ്സായ നടക്കാൻ കഴിയാത്തവർ ഉള്ളത് കൊണ്ട് ഭയങ്കര വിഷമമാണ് അവർക്ക്. അതുപോലെ അറഫീന്നും മീനിന്നും ഒക്കെ യാത്ര ചെയ്യുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ എല്ലാവരും വയസ്സായ അല്ലെങ്കിൽ രോഗികളെ ഒക്കെ പറഞ്ഞയക്കുമ്പോൾ, ഹജ്ജിന് വരുമ്പോൾ ആരെങ്കിലും ഒരാൾ, ആരോഗ്യമുള്ള ഒരാൾ ഒപ്പമുള്ളത്, നിങ്ങളെ കൂട്ടത്തിലോ കുടുംബത്തിലോ ഉള്ളത്, അല്ല അയൽവാസികൾ, അവർക്ക് തന്നെ ചെയ്യാനുള്ളത് ഉണ്ടാവും. പക്ഷേ ഏതായാലും അത് ഇല്ലാഞ്ഞാലുള്ള അവരുടെ ബുദ്ധിമുട്ട് നിങ്ങൾ ഹാജിമാരോട് ചോദിച്ചു നോക്കുക, അവർ കഷ്ടപ്പാടുകൾ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും നേരത്തെ ഹജ്ജ് ചെയ്യാൻ നോക്കുക. ഇനി അതിന് സാധിക്കാത്തവർ, വയസ്സായവരുള്ളവരെ ആരെങ്കിലും ഒപ്പം വരുന്നതാണ് ഏറ്റവും നല്ല ഇത്. അതുപോലെ മീനായിൽ കല്ലെറിയാൻ പോകുന്നതൊക്കെ അതിനൊന്നും കഴിയാതെ ഹാജിമാർ വിഷമിച്ചിരിക്കുന്നത് ഒക്കെ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ കൂട്ടം കൂട്ടമായിട്ട് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ എല്ലാ വർഷവും ഓരോ നിയമങ്ങളാണ്. അപ്പം ഇനി അടുത്ത വർഷം നമുക്ക് പോകാൻ കഴിയുമില്ലെന്നും അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലെ വളണ്ടിയേഴ്സിന് പോകാൻ കഴിയില്ലെന്ന്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവർ ഹക്കീം അന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഒക്കെ മീനായിലെ കാഴ്ചകളായിട്ടുള്ള വീഡിയോയും അതുപോലെ ജംറയിലേക്ക് ഹാജിമാരെ കല്ലെറിയാൻ കൊണ്ടുവന്ന് കല്ലേറും രംഗങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ അടുത്ത ആഴ്ചയും പിറ്റത്തെ ആഴ്ചയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സമയക്കുറവ് കാരണം അതൊന്നും ഹജ്ജിൻ്റെ ടൈമിൽ ഓരോന്ന് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച, അതിൻ്റെ പിറ്റത്തെ ആഴ്ചയൊക്കെ ആയിട്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ വീഡിയോ ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വർഷം ഹജ്ജിന് വന്ന എല്ലാ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും എല്ലാ കർമ്മങ്ങളും പടച്ച റബ്ബ് മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയുമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾക്കും ഈ പുണ്യഭൂമിയിലെത്താനും ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും മദീന മുത്ത് റസൂലിൻ്റെ അടുത്ത് പോകാനും എല്ലാ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് ക്ലോക്ക് ടവറിന് താഴെയുള്ള ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ബസ്സുകളാണ് നിൽക്കുന്നത്. അതിലേക്ക് ഹാജിമാരെ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു, അതുപോലെ വെള്ളം നൽകുന്നു, ചെരുപ്പ് നഷ്ടപ്പെട്ടവർക്ക് ചെരുപ്പ് നൽകുന്നു. അങ്ങനെ വീൽ ചെയറിലൊക്കെ വരുന്നവരെ ബസ്സിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ സഹായിച്ചുകൊണ്ട് KMCC പ്രവർത്തകരെയാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ ഇന്ത്യൻ ഡോക്ടേഴ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഹജ്ജിൻ്റെ തവാഫ് ചെയ്യിക്കുന്നതും അതുപോലെ മീനായിലെ ജംറയിലെ കല്ലെറിയുന്നതൊക്കെ വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ നമ്മളെ ചാനലിൽ വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഹക്കീം അന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വെള്ളം നൽകിക്കൊണ്ട് KMCC പ്രവർത്തകർ, അതുപോലെ ചെരുപ്പ് നഷ്ടപ്പെട്ടവർക്ക്, വഴി അറിയാത്തവർ, മറ്റ് ഹാജിമാരെയൊക്കെ കാണാൻ വേണ്ടി ഇത് ക്ലോക്ക് ടവറിന് നേരെ താഴെയുള്ള അതിൻ്റെ താഴെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഉള്ള ഹാജിമാർ നേരെ ബസ് കയറിയിട്ട്, ഇവിടെ നിന്ന് ഏത് ബസ്സിലും കയറാം. ഈ ബസ് കയറിയിട്ട് ഈ മലയുടെ കുറച്ചപ്പുറത്ത് ഒരു 1.5-2 കിലോമീറ്റർ അപ്പുറത്തായിട്ട് വരും ഹുദായി എന്ന ബസ് സ്റ്റേഷൻ. അവിടേക്കാണ് ഈ ബസ്സുകൾ പോകുന്നത്. ഹാജിമാരും
ഞങ്ങൾ ലാസ്റ്റ് ഇന്നത്തെ ഇത് കഴിഞ്ഞ് അവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹുദായിലേക്ക് നീങ്ങുകയാണ്. അവിടെ നിന്ന് ബസ് ഇറങ്ങി അവിടുന്ന് നമ്പർ പ്രകാരം ഹാജിമാരുടെ നമ്പർ ഓരോ ബസ് റൂമിൻ്റെ അടുത്തേക്കുള്ള 1, 2, 3, 4 അങ്ങനെ ബസ് നമ്പറുണ്ട്. ഇതാണ് ഹുദായി സ്റ്റേഷന്. ഇവിടുന്ന് ബസ് ഇറങ്ങി ഇതിൻ്റെ നേരെ ഇപ്പുറത്തെ ഗ്രൗണ്ടിൽ ആണ് അസീസിലേക്കുള്ള ബസ്സുകൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ബസ് കയറി അവരുടെ റൂമിലെത്താം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അടുത്ത ആഴ്ച ജംറയിലെ കല്ലേറുമൊക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.